എല്ലാവരും നമ്മളോട് പറയുന്ന ഒരു സംഭവമാണ് അലോവേര വളരെ നല്ലതാണ്, ഇത് നട്ട് വളർത്തിക്കൊള്ളാൻ. പക്ഷേ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് ഇതേവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ നമുക്കിത് എന്ത് ചെയ്യാമെന്നുള്ള ആലോചനയിൽ നിന്നപ്പോഴാണ് യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നേരെ അലോവേരയുടെ അടുത്തേക്ക് പോയിട്ട് 2 തണ്ട് കട്ട് ചെയ്തെടുത്തു, ഫ്രഷ് സാധനം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് 2 സംഭവം എടുത്തിട്ട് നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് അതെല്ലാം കഴുകി നല്ല ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ നേരെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കഴിച്ചിട്ട് ഒരു രക്ഷയില്ല. നമുക്കിത് കഴിക്കാൻ പറ്റുന്നൊരു സാധനമായിട്ട് എനിക്ക് തോന്നണില്ല. അല്ലെങ്കിൽ പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അടിക്കേണ്ടി വരും. അതിലും ബെറ്റർ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം, പ്ലാൻ ബി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ അതിൻ്റെ ജെല്ലെല്ലാം സ്പൂൺ വെച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കി. അതിലൊരു മഞ്ഞ കളറിലുള്ള കറി ഉണ്ടാവും, അത് പ്രത്യേകം കളയണമെന്ന് എല്ലാവരോടും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം നമ്മുടെ അടുത്ത ഐറ്റമാണ് വൈറ്റമിൻ ഇ. ഈ സംഭവം ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിച്ചേക്കുന്നതാണ്. ഇവിടെയൊക്കെ ഭയങ്കര പൈസയാണ് UAE-യിൽ. സോ നമ്മളതിൽ നിന്ന് 1 or 2 എടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ സൂചി വെച്ചിട്ട് ഒരു കുത്ത്, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ വൈറ്റമിൻ മാത്രം നമ്മളിങ്ങനെ ചോർത്തിയെടുക്കും. 1 or 2 കേട്ടോ മാക്സിമം. എന്നിട്ട് നമ്മളതൊരു മിക്സിയിൽ ഇട്ടിട്ട് 2 അടി. ഇവിടെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചതാണ് മറിയാമ്മേനെ, അവൾ ഫോട്ടോ എടുത്തു. ഇങ്ങനെയുള്ള പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ മറികടന്നിട്ട് വേണം എനിക്കൊരു വീഡിയോ കംപ്ലീറ്റ് ആക്കാനായിട്ട്. ചിലപ്പോൾ ക്യാമറ ഓൺ ആക്കാൻ മറന്നിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഒരു രക്ഷയില്ല. അതുപോലെ നമുക്ക് കിട്ടിയ സംഭവം നമ്മൾ നേരെ ഇതേപോലെ ഒരു കുപ്പിയിലേക്ക് ആക്കി വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ഡോട്ട്സ്, അതേപോലെ ഡാർക്ക് സർക്കിൾ, ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് വരുന്നത്. നമ്മളിതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയേക്കാണ്. ഒരു അരമണിക്കൂർ നമ്മൾ നിരീക്ഷിക്കും. എന്നിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യത്തുള്ളൂ. ഇതേവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഫസ്റ്റ് പരീക്ഷണം വിജയകരമാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ്.